ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്റർ TNM നിധി സുരേഷിനോട് ബിഷപ്പ് ഫ്രാങ്കോ മുലയ്ക്കൽ പറയുന്ന ഒരു അഭിപ്രായമാണ്. അദ്ദേഹം ബലാത്സംഗ കേസിൽ പിടിക്കപ്പെട്ടിട്ട് 2022 അതിനകത്തുനിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹം നീതിമാനായിട്ടുള്ള ഒരു മാനഭംഗക്കാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു അത്രേ. അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക പ്രസ്താവന പ്രകാരമാണ്, ബലാത്സംഗം ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ഇരയെ കൊല്ലുമത്രേ. കാരണം ഇരയെ കൊന്നില്ല എന്ന് വരികിൽ അദ്ദേഹം ബലാത്സംഗം ചെയ്തത് പുറത്തേക്ക് പറയും. അതുകൊണ്ട് അതല്ലാത്ത ആയിട്ടുള്ള എല്ലാ ഇരകളും, അതായത് ജീവനോടിരിക്കുന്ന എല്ലാ ഇരകളും പറയുന്ന കഥകളെല്ലാം ബോഷ്കാണ് എന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുലയ്ക്കൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അപ്രകാരമാണ്. എപ്പോഴും അങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ ഇരകളെ കൊല്ലണം എന്നൊന്നുമില്ല. അതവരുടെ മനോഭാവം പോലെ ഇരിക്കും. ഫ്രാങ്കോ മുലയ്ക്കൽ റോമൻ കത്തോലിക്ക സഭയുടെ പരമോന്നത ബിഷപ്പാണ്. സെക്സ് സുലഭമായി കിട്ടുന്നതാണ് കത്തോലിക്ക മഠങ്ങളുടെ ഉള്ളിൽ. അവിടെ ഇങ്ങനെ ബലാത്സംഗം പീഡനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും സിസ്റ്റർമാർ വഴങ്ങിയില്ല എന്ന് വരികിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലൈംഗിക വൈകൃതമുള്ള ഒരാൾ മാത്രമേ ബലാത്സംഗം ചെയ്യുള്ളൂ അതിനുള്ളിൽ. കാരണം അവിടെ സെക്സ് സുലഭമായി കിട്ടാനുണ്ട്. എല്ലാവരും ക്രിസ്തുവിനെ പോലെ നാസരിവ്രതം ഉള്ളവരല്ല. അവർക്കങ്ങനെ ലൈംഗികത ഇല്ലയെന്ന് പറഞ്ഞ് നടക്കാൻ കഴിയില്ല. അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കൊക്കെ ലൈംഗിക വികാരമുണ്ട്. ആ വികാരത്തിനെ ദൈവനാമത്തിന് വേണ്ടി ക്രൂശിക്കുന്നിടത്താണ് ഇവർക്ക് ഇപ്രകാരം ജീവിക്കാൻ കഴിയുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ ലൈംഗിക വികാരത്തിനെ ക്രൂശിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം എല്ലാവരുടെയും സമർപ്പണം ഒറിജിനൽ ആവണമെന്നില്ലല്ലോ. പലവരും പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റർമാരാവുന്നതിൻ്റെ ഉദ്ദേശം നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ സന്ദേശം ആവഹിച്ച് ജീവിക്കാനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അച്ഛന്മാരുടെ സിസ്റ്റർമാരുടെ ഇടയിൽ സ്ത്രീ വിഷയമുണ്ട്, ലൈംഗിക അസാന്മാർഗികതയുണ്ട്, സാമ്പത്തിക തിരിമറിയുണ്ട്, പലയിടത്തുള്ള മാനസിക പോരായ്മകളുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. കത്തോലിക്ക സഭ മഠങ്ങളിലൊക്കെ ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനുള്ള സ്ഥലങ്ങളാണ്. മദ്യം കിട്ടും. അതുകൊണ്ട് വികാരം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പല സ്ഥലങ്ങളിലും അച്ഛന്മാരും സിസ്റ്റർമാരും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പരസ്യമായ രഹസ്യമാണ്. അത് ഇടവകളിലും പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ട് ഊരിപ്പോരാൻ കാരണം കത്തോലിക്ക സഭയുടെ സ്വാധീനമാണ്, അദ്ദേഹത്തിൻ്റെ കഴിവല്ല.